ഹായ് കൂട്ടുകാർ, എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഈ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കണ്ടാൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. നിങ്ങളെ ഞാൻ അടിച്ചേൽപ്പിക്കുന്നില്ല. പിന്നെന്താ, കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞാൻ ലോങ് വീഡിയോസൊക്കെ ആയിട്ട് വരുന്ന ആഴ്ചയിൽ ഒന്നൊക്കെ എനിക്ക് ഇടാൻ പറ്റുന്നുള്ളൂ. ദിവസം ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇടാനാകുന്നില്ല, സുഖമില്ലാത്തതുകൊണ്ട്. എന്നും ഗർഭിണിയാണെന്ന് അന്ന് പൊട്ട് ഇപ്പം 4 മാസമായി. 2.5 മാസത്തിൽ തൊട്ട് തന്നെ ഭയങ്കര ശ്വാസം മുട്ടും പനിയും കഫക്കെട്ടുമാണ്. ഹോസ്പിറ്റലും വീടായിട്ടാണ് കേട്ടോ കഴിയുന്നത്. ഞാൻ ഇടയ്ക്ക് ഛർദിയും, ഒരു ഫുഡും എനിക്ക് ഇറങ്ങത്തില്ല. എന്നിട്ട് ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ കൊണ്ടുവരില്ല, രാത്രിയിൽ പാഴ്സൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. അപ്പം അത് മാത്രം തിന്നാൻ പറ്റുമെന്നല്ല, ചിലത് നമുക്ക് മണം വെച്ചുണ്ടാക്കി തിന്നുന്നതിനെക്കാളും നമുക്ക് ഓരോന്നിനൊരു ഇഷ്ടം ഉണ്ടാവുമല്ലോ, അത് തിന്നുമ്പോൾ ഒരു സുഖം കിട്ടും. പിന്നെ രാവിലെ വന്നിട്ട് പട്ടാണിക്കറിയും വെള്ളാപ്പാട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ അവർക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, വെള്ളാപ്പം ഒന്നും ഇഷ്ടമല്ല. ഇവിടെ ഉള്ളവർക്ക് പിട്ടും പത്തിരിയും, അതിന് മീൻകറിയും തന്നെ വേണം. വെള്ളാപ്പം ഇതൊക്കെ നന്നായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മോക്ക് വെള്ളാപ്പം ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് വീടിൻ്റെ തൊട്ട് മുന്നേ ഒരു പീടിയുണ്ട്, അവിടെ പോയി പൊറോട്ട വാങ്ങി ഗ്രീൻ പീസ് കറി ഇഷ്ടമാണ്, അതും കൂട്ടി മടിക്കലാട്ടോ. ജലദോഷവും കഫക്കെട്ടായിട്ട് ഉള്ളതുകൊണ്ട് സ്കൂളിൽ വിട്ടിട്ടില്ല. നമുക്ക് ചായയൊക്കെ കൊടുത്ത് വന്നിട്ട് ഞാൻ അരിക്ക് വെള്ളം വെച്ചു ഇപ്പം. അപ്പോൾ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് അമ്മ തുണി അലക്കാൻ പോയി. പിന്നെ വെള്ളരിയും കറുമൂസയായിട്ടും എൻ്റെ അമ്മ മീൻ മുറിച്ച് വെച്ചതാണ്. ഞങ്ങളുടെ അച്ഛൻ ഇവിടെ അമ്മേൻ്റെ ഒരു ചേച്ചീൻ്റെ മോൻ ഹാർബറിലാണ്, അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ മീൻ കിട്ടും ചില ദിവസങ്ങളൊക്കെ. പിന്നെ അതിനിടയ്ക്കുള്ള ഇടങ്ങേറാക്കി തോണി ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട്, മഴയത്ത് ഒഴുക്കി വിടണമെന്ന് പറഞ്ഞിട്ട് ഇത് ഉണ്ടാക്കാൻ പോയതാട്ടോ. കച്ചറ കൂടിയിട്ട് അതുണ്ടാക്കി കൊടുത്തേരം അങ്ങനെ കൊലായിൽ ഇങ്ങനെ ഇരുന്ന് നമ്മൾ വീഡിയോ എടുത്താൽ കേട്ടോ. നമുക്ക് ദേഷ്യം പിടിക്കും, വീഡിയോ ഒന്നും എടുക്കാൻ ഇഷ്ടമല്ല. ഒന്നും വിചാരിക്കരുത് കേട്ടോ. മഴ പിന്നെയും പുറത്ത് നല്ലോണം പെയ്തേനെ. സ്വെറ്റർ എടുത്തിട്ടതാണ്. സ്വെറ്ററിൻ്റെ മുന്നിലുള്ള ബൗളൊക്കെ പോയാലും ഞാനവിടെ ഒരു കെട്ടിട്ടാട്ടോ. ആരും കോമാളിയാന്ന് ഓർത്ത് കണ്ടിട്ട് ചിരിക്കണ്ട, എൻ്റെ പോലും അങ്ങനെയൊക്കെയാണ്. ആരോരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ടെന്ന് പറയുന്ന പോലെ എൻ്റെ അവസ്ഥ. എനിക്ക് അച്ഛനും അമ്മയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും റെസ്റ്റ് എടുക്കാനോ അതിനുള്ള യോഗമൊന്നുമില്ല. അതിനെനിക്ക് ആഗ്രഹമില്ല, അതിനോട്ട് കിടക്കുകയില്ല. എനിക്ക് പണിയെടുക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ക്ഷീണം വന്നാൽ ഇവിടുത്തെ അമ്മേനെ ഒന്നും പറയത്തൊന്നുമില്ല, അവിടെ കിടന്നോളാൻ പറയും. പിന്നെ അതൊക്കെ മുറിച്ച് ഞാൻ കുക്കറിൽ ഗ്യാസിൽ വെച്ച് ഇപ്പോഴത്തേക്ക് പിന്നെ ഞാൻ ചായയൊക്കെ കുടിക്കാൻ പോയിട്ടോ. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചായയൊക്കെ കുടിച്ച് വന്നേരം കർമൂസയില്ല, പപ്പായ ആയിരുന്നു ഉപ്പേരി വെച്ചാട്ടോ. അത് എനിക്കല്ല, ഏട്ടന് യൂറിക് ആസിഡ് കൂടുതലുണ്ട്. അതുകൊണ്ട് പപ്പായേൻ്റെ വെള്ളം കുടിക്കാൻ മൂപ്പർക്ക് മടിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഉപ്പേരിയും കറിയൊക്കെ വെച്ചാൽ കൊടുക്കുക. അപ്പോഴത്തേക്ക് പെണ്ണിനെ ഒരേ വാശി നൂഡിൽസ് ഉണ്ടാക്കി തരണമെന്ന്. പിന്നെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്തു. അതൊക്കെ വേവിക്കുന്ന വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കോഴിക്കോടുകാർക്ക് മസ്റ്റാട്ടോ 10 മണിക്കുള്ള ചായ. എനിക്ക് ചക്ക, കപ്പ, പൂളയൊക്കെ തിന്നുമ്പം മീൻകറി വേണം. ഇവിടെ ഉള്ളവർക്ക് മീൻകറിയൊന്നും വേണ്ട, അത് വെറുതെ ഇങ്ങനെ തിന്നും. ഞാനിത് എങ്ങനെയൊക്കെയോ ചങ്കത്ത് നിറങ്ങുന്നില്ല, എങ്ങനെയൊക്കെയോ തിന്നും. പിന്നെ കറിയൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് തിന്നിട്ട് എടുത്ത് വെക്കും. പിന്നെ കറിയൊക്കെ ആയി കഴിഞ്ഞിട്ട് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ബൈ.